കർദിനാളാണ് വലുത്. കർദിനാളാണോ വലുത്, ആർച്ച് ബിഷപ്പാണോ വലുത്? ആർച്ച് ബിഷപ്പ് അല്ല. പക്ഷേ നമ്മുടെ യൂറോപ്പ് ട്രിപ്പിലെ പല സ്ഥലങ്ങളിൽ ഇതുപോലെ കത്തീഡ്രൽ കണ്ടു അല്ലേ? അതായത് കത്തീഡ്രൽ ഉള്ള സ്ഥലത്ത് ആരായിരിക്കും ഉണ്ടാവുക? ബിഷപ്പാണ് ഉണ്ടാവുക, കർദിനാളാണ് ഉണ്ടാവുക? കർദിനാൾ അല്ല. ശരിക്കും ഈ കത്തീഡ്രൽ എന്ന് പറയുന്നത് ബിഷപ്പുള്ള സ്ഥലങ്ങൾ പറയുന്ന പേരാണ് കത്തീഡ്രൽ. കർദിനാളാണോ വലുത്, ബിഷപ്പാണോ വലുത്? അതറിയാം. കർദിനാളാണ് വലുത്. കർദിനാളാണോ വലുത്, ആർച്ച് ബിഷപ്പാണോ വലുത്? ആർച്ച് ബിഷപ്പ് അല്ല. ബിഷപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആർച്ച് ബിഷപ്പ്, അത് കഴിഞ്ഞാൽ പിന്നെ കർദിനാള്. അതിനുശേഷമാണ് അടുത്ത ഇന്നലെ നമ്മൾ പോയ റോമിൽ പോയ ആള് ആരായിരുന്നു? പോപ്പ്. ആളാണ് കത്തോലിക്ക സഭയുടെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത്. സോ പോപ്പിനെ സെലക്ട് ചെയ്യുന്ന ആരാണെന്നറിയോ? കർദിനാൾമാരാണ് സെലക്ട് ചെയ്യുക. അവരെങ്ങനെ സെലക്ട് ചെയ്യാന്നറിയോ? അറിയില്ല. അവര് എല്ലാവരും, അതായത് ഏകദേശം 200 ചില്ലാൻ ആളുകളുണ്ട് കർദിനാൾമാര്. അവരെല്ലാവരും ഇവിടെ വരും. എവിടെ? വത്തിക്കാനിൽ വരും. എന്നിട്ട് എവിടെ സ്റ്റേ ചെയ്യും? വത്തിക്കാനിൽ സ്റ്റേ ചെയ്യില്ല, കാരണം അവിടെ അതിനുള്ള സ്ഥലമില്ല. തൊട്ടടുത്തുള്ള സ്ഥലത്ത് അറേഞ്ച് ചെയ്യും. എല്ലാവരും വോട്ട് ചെയ്യും അല്ലേ? എല്ലാവരും വോട്ട് ചെയ്യില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 80 വയസ്സിനോട് താഴെയുള്ള കർദിനാൾമാർക്ക് മാത്രമാണ് പോപ്പിനെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പോപ്പിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മുകളിലുള്ളവർക്ക് വോട്ടിംഗ് എബിലിറ്റി ഇല്ല. സോ ഇന്ത്യയിൽ എത്ര കർദിനാൾമാരുണ്ടെന്ന് അറിയോ? നമ്മുടെ കേരളത്തിലുണ്ട്. ഒന്നോ രണ്ടോ ഉണ്ട് തോന്നുന്നു. എനിക്കറിയാം. ഇന്ത്യയിൽ ഏകദേശം 6 കർദിനാൾമാരുണ്ട്. അതിൽ 4 പേർക്കാണ് വോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പോപ്പിനെ സെലക്ട് ചെയ്യുന്നത്, കർദിനാൾമാർ വോട്ട് ചെയ്തിട്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്നറിയോ? ഇറ്റലിയിലെ ഡുവോമോ മിലന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഇതൊരു കത്തീഡ്രലാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിറ്റിയുടെ ഒരു പ്രത്യേകത ഉണ്ട്. അതായത് ഇതിന്റെ ഏറ്റവും ടോപ്പ് സൈഡിൽ ദ സ്റ്റാച്യു ഓഫ് വിർജിൻ മേരി നമുക്ക് കാണാൻ പറ്റും. മെഡോണിന എന്നാണ് അറിയപ്പെടുക. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഈ ഒരു ചർച്ചിന്റെ മുകളിൽ, അതായത് ഈ ചർച്ചിന്റെ ഹൈറ്റിന്റെ മുകളിൽ വേറൊരു ബിൽഡിംഗ് ഇവിടെ വരില്ലായിരുന്നു. ഇപ്പോഴത്തെ സാഹചര്യം മാറി. ഇപ്പോഴത്തെ സാഹചര്യപ്രകാരം പല ബിൽഡിങ്ങുകളും ഇതിന് മുകളിലുണ്ട്. പക്ഷേ ഇതിന്റെ ആദരസൂചകമായിട്ട്, അതായത് ഈ മെഡോണിനയുടെ ആദരസൂചകമായിട്ട് പിന്നീട് പണിത എല്ലാ ബിൽഡിങ്ങിന്റെ മുകളിൽ ഈ ഒരു സ്റ്റാച്യു കാണുന്നുണ്ട് എന്നുള്ളതാണ് മിലന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ അടുത്തൊരു കിടിഞ്ഞ വീഡിയോ കാണുന്നവരെ ബൈ.